ശംശരിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 20ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചിരുന്ന വിഷയം സ്തുതിഗീതം, സ്തോത്രഗീതം, പ്രാർത്ഥനാഗീതം, പ്രവചനഗീതം, ഓരോ ആത്മാവിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ ഗീതങ്ങൾ, ദൈവത്തിലേക്ക് ഉയരുന്ന ഈ ഗീതങ്ങളെക്കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ ഗീതങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ്. ഒരിക്കൽ ഞാനൊരു പുരോഹിതനുമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആ പുരോഹിതൻ ഈ ഗീതങ്ങളുടെ, സ്തോത്രഗീതങ്ങളുടെ എല്ലാം ആഴങ്ങളിലേക്ക് ആത്മീയ വശം വെളിപ്പെടുത്തി തരുന്ന ഒരു സംഭാഷണമായിരുന്നു അത്. അച്ഛൻ പറഞ്ഞത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:36 നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അശ്രദ്ധമായി പറയുന്ന ഒരു വ്യർത്ഥ വാക്കിന് പോലും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അച്ഛൻ പറഞ്ഞപ്പോഴത് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും അതെന്തോ ഉള്ളിൽ സ്പർശിക്കുന്നത് പോലെ തോന്നി. നമ്മൾ തീർച്ചയായിട്ടും അശ്രദ്ധമായിട്ട് പറയുന്ന ഒരു വാക്കിന് വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സ്തോത്രഗീതങ്ങൾക്ക്, സ്തുതിഗീതങ്ങൾക്ക്, പ്രാർത്ഥനാഗീതങ്ങൾക്ക് ദൈവം തീർച്ചയായും നമുക്ക് സമ്മാനവും തരും വിധി ദിവസത്തിൽ. അച്ഛൻ പറഞ്ഞത്, നമ്മൾ കുർബാനയിൽ നമ്മൾ പാടുന്നുണ്ട്, എന്നാത്മാവെ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥന് ഗീതികൾ പാടിയിടും. ആത്മാവിനെയാണ് ആ സ്തുതിഗീതങ്ങൾ പാടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മാവ് സ്തുതിഗീതങ്ങളും പ്രാർത്ഥനാഗീതങ്ങളും പാടണമെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സഹകരണം ആവശ്യമാണ്. ശരീരവും മനസ്സിൻ്റെ തലങ്ങളും, ഉപബോധ മനസ്സും സുബോധ മനസ്സും അപബോധ മനസ്സും ആത്മാവിനോട് സഹകരിച്ചു കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ദൈവിക അനുഭവത്തിലേക്കാവുകയാണ്. നമ്മൾ സങ്കീർത്തനം 19ാമത്തെ സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്, ആ ദൈവിക അനുഭവത്തിൻ്റെ നിശബ്ദതയിൽ, ഏകാന്തതയിൽ ആകാശം ദൈവത്തിൻ്റെ മഹത്വം വിളംബരം ചെയ്യുന്നു. വാനവിധാനങ്ങളും അതുതന്നെ ചെയ്യുന്നു. പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ശബ്ദമില്ല, ഒന്നും പ്രകടമായിട്ടൊന്നുമില്ല, പക്ഷെ അത് ലോകത്തിൻ്റെ അതിര് വരെ വ്യാപിക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള ദൈവിക ശക്തിയാണ് അതിനെ കാണിക്കുന്നത്. ആ ദൈവിക ശക്തിയുമായി ചേർന്ന് പോകുന്ന, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ആ ഛായയിലും സാദൃശ്യത്തിലുമുള്ള ആ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആ ശക്തി ഇന്നും പ്രപഞ്ചത്തിലും നമ്മുടെ ആത്മാവിലുമുണ്ട്. അതിനെ നമ്മൾ കൂടുതൽ ജ്വലിപ്പിക്കുമ്പോഴാണ് നമ്മൾ പുതിയ സ്തോത്രഗീതങ്ങളും സ്തുതിഗീതങ്ങളും എല്ലാം പാടാൻ പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നു. ആത്മാവിനെ മാത്രമല്ല, ഈ സ്തുതിഗീതങ്ങൾ കൂടി നമ്മുടെ മനസ്സിൻ്റെ തലവും ശരീരത്തിൻ്റെ തലവുമെല്ലാം വിശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യപ്പെടുകയാണ്. ഇതുതന്നെയാണ് നമ്മൾ 1 രാജാക്കന്മാർ 19ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ഏലിയാ പ്രവാചകൻ ആ സരളമായിട്ടുള്ള ലോലമായിട്ടുള്ള ശബ്ദം കേട്ട് ഗുഹയിൽ നിന്ന് പുറത്തു വരികയാണ്. ദൈവസാന്നിധ്യം അനുഭവിക്കുകയാണ്. അതിനു മുമ്പ് പാറയെപ്പോലും പിളർത്തുന്ന കൊടുങ്കാറ്റിലും ഭൂകമ്പത്തിലും അഗ്നിയിലും അവൻ ദൈവത്തിൻ്റെ
സാന്നിധ്യം അനുഭവിച്ചില്ല. ഇപ്പോൾ ഈ മൃദുല ശബ്ദത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിക്കുകയാണ്. അവൻ പുറത്തു വന്നപ്പോൾ ദൈവം അവനോട് ചോദിക്കുന്നു, നീ എന്ത് ചെയ്യുന്നു? അവൻ പറഞ്ഞു, സൈന്യങ്ങളുടെ അധിപനായ കർത്താവിനെ പ്രതി ഞാൻ അതിതീക്ഷ്ണമായി ജ്വലിക്കുകയാണ്. ആ ജ്വലനമാണ് നമ്മളെ സ്തുതിഗീതങ്ങളും സ്തോത്രഗീതങ്ങളും എല്ലാം ആലപിക്കുവാൻ ശക്തിപ്പെടുത്തുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, പ്രവാചകൻ അവൻ്റെ മുഖം ആ പുറംകുപ്പായം കൊണ്ട് മറച്ചു. പക്ഷേ മർക്കോസിൻ്റെ സുവിശേഷം 10:46 നമ്മൾ കാണുന്നുണ്ട്, ഒരു അന്ധനായ ഭിക്ഷക്കാരൻ അവന് കർത്താവാണ് വരുന്നതെന്ന് അറിയുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന് ഒരു പ്രാർത്ഥനാ ഗീതം ഉതിരുകയാണ്. അതിതാണ്, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, എന്നിൽ കനിവ് തോന്നണമേ. ആ ശബ്ദം ലോകത്തിൻ്റെ ശബ്ദത്തെ, അവിടെ ഉണ്ടായിരുന്ന ആ വലിയ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദത്തെ അതിജീവിക്കുന്നതായിരുന്നു. കർത്താവിനെ പിടിച്ചു നിർത്തുന്നതായിരുന്നു. അവൻ ആ പുറംകുപ്പായം കൊണ്ട് മുഖം മൂടുകയല്ല ചെയ്തത്, പുറംകുപ്പായം പോലും വലിച്ചെറിഞ്ഞ് ദൂരെ കളയുന്നു. ആ നീതി കണ്ടെത്തിയവൻ എല്ലാം സന്തോഷത്തോടെ വിൽക്കുന്ന അനുഭവം ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. നീതിക്ക് വേണ്ടി വിൽക്കുന്ന സമയത്തും സ്തോത്രഗീതം, സ്തുതിഗീതം, പ്രാർത്ഥനാഗീതം പാടുന്ന, നീതി കണ്ടെത്തുന്ന സമയത്തും പ്രാർത്ഥനാഗീതം പാടുന്ന ഈ അനുഭവം നമുക്ക് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്, പരിശുദ്ധ അമ്മ കന്യകാമേരി എലിസബത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. 12 മണിക്കൂർ നേരത്തെ ദീർഘയാത്രയ്ക്ക് ശേഷം അവൾ എലിസബത്തിൻ്റെ ഭവനത്തിലാവുന്നു. അവൾക്ക് കിട്ടിയ ആ ഒരു ചെറിയ സന്ദേശം, നിന്റെ ചാർച്ചക്കാരി ഇപ്പോൾ 6 മാസം ഗർഭസ്ഥയാണ്. അത് കർത്താവ് തന്ന ഒരടയാളമായി അവൾ കണ്ടുകൊണ്ട് അവൾ തിടുക്കത്തിൽ എലിസബത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ എല്ലാം മാറി മറിക്കുകയാണ്. അവിടെ സാന്നിധ്യം, അവൾ കണ്ട ആശ്ചര്യത്തിൽ, അവിചാരിതമായിട്ട് കണ്ടപ്പോൾ ഓടിയെത്തുന്ന എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ അവിടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. അവൾ ആലിംഗനം ചെയ്തപ്പോൾ ആർക്കും അറിയാത്ത ദൈവിക രഹസ്യങ്ങൾ അവൾക്ക് വെളിപ്പെടുത്തി കിട്ടുന്നു. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, നീ സ്ത്രീകളിൽ ഏറ്റവും ധന്യയാണ്, നിന്റെ ഉദരഫലവും ധന്യമാണ്. കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരുവാൻ എനിക്കെന്ത് ഭാഗ്യം. ഈ സ്തുതിഗീതം, സ്തോത്രഗീതം, അതാണ് നമ്മുടെ ജീവിതത്തിലും ഓരോ അനുഭവത്തിലും വരുന്നത്. അവൾ ഉടനെ തന്നെ പറയുകയാണ്, നീ അനുഗ്രഹീതയാണ്. കാരണം സ്വാഭാവികമായി വിശ്വസിക്കാൻ പ്രയാസമുള്ള ആ സ്വർഗദൂതൻ്റെ സന്ദേശം നീ വിശ്വസിച്ചു. നീ യാക്കോബിൻ്റെ ഭവനത്തിൽ രക്ഷ കൊണ്ടുവന്നു, അതുകൊണ്ട് നീ അനുഗ്രഹീതയാണ്. നീ സ്നാപക യോഹന്നാനെ ഉദരത്തിൽ വച്ച് തന്നെ അഭിഷേകം ചെയ്തു, അതിനാൽ നീ ധന്യയാണ്. നീ പ്രവാചകന്മാരും മറ്റുള്ളവരും ഇതിനു മുമ്പ് പറഞ്ഞതെല്ലാം നിന്നിൽ കൂടി പ്രാവർത്തികമാക്കുവാൻ നീ അനുവദിച്ചു. നീ ധന്യയാണ്, അനുഗ്രഹീതയാണ്. അപ്പം ഇതാണ് നമ്മൾ കാണുന്ന സ്തുതിഗീതങ്ങളും സ്തോത്രഗീതങ്ങളും. ഇതും നമുക്ക് ഒരന്ധനായ ഭിക്ഷക്കാരനായിക്കോട്ടെ, പ്രവാചകനായിക്കോട്ടെ,
ഒരു പുരോഹിതനായിക്കോട്ടെ നമുക്ക് ആലപിക്കാൻ പറ്റും എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. നമുക്ക് ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും ദൈവത്തിന് ആയി ഐക്യപ്പെടുന്ന ആ സ്തുതിഗീതങ്ങളും സ്തോത്രഗീതങ്ങളും ആലപിക്കുവാൻ ശ്രമിക്കാം.